ഇതാണ് മെയിൻ സിംഗ. കയറി 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 ബാക്കി തരാം. എടാ ജോബി ഇങ്ങനെ കാണിച്ചേ, നിന്നെ മോന്തൊന്ന് കാണിച്ചേ. എടാ കാണിക്ക, എന്തായാലും നീ പെടും. അജോ എങ്ങോട്ടാ യാത്ര? ഹലോ പോവാല്ലോ. ആരംഭിക്കലോ. ഞങ്ങ 2025 ഫോട്ടോ ഫെസ്റ്റ് അറ്റ്ലക്സിൽ നടക്കണ്ടല്ലോ, എല്ലാ കൊല്ലം അവിടെയാണ്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ബാക്കി അവിടെ ചെന്ന് അങ്ങനെ നമ്മളത് അങ്കമാലി അഡ്ലക്സിന്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ എത്തി എന്നിട്ടാവട്ടെ. ഇവിടെ നിന്നൊക്കെ ഒരു നല്ല വീഡിയോ എടുക്കണമെന്നുണ്ടായി, പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കി വിട്ട് വളരെ ചുരുക്കം വീഡിയോസേ ഔട്ട്ഡോർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് കയറാൻ പോകണം. എന്തായാലും അകത്തേക്ക് നമുക്ക് കൂപ്പണൊക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലാപ്ടോപ്പും തന്നിടും. ആ ലാപ്ടോപ്പിന് ആവശ്യമുണ്ടായി, നമുക്ക് നോക്കാം. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതായി ഇപ്പോൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് അവിടുത്തെ ഒരു കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു ഗോപ്രോയുടെ സ്റ്റാളുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയൊരു വണ്ടിയിൽ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ അവിടെ പ്ലേ ചെയ്യണമുണ്ട്. അതുപോലെ ചെറിയ എന്താണ് അതിനെ പറയണത് എനിക്കറിയില്ല, നമ്മൾ ഫോട്ടോഗ്രാഫറാണെങ്കിൽ ഇതിൻ്റെ പേരിരിക്കുന്നുണ്ട്. ചെറിയ അപ്പോൾ തന്നെ പ്രിൻറ്റോൻ്റെ ക്യാമറ ഉണ്ടല്ലോ, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ലൈറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് തരം ലൈറ്റൊക്കെ വേണമെങ്കിലും അവിടെ ഇവിടെ പോയാലൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അത് ചെക്ക് ചെയ്തെടുക്കാം. എല്ലാം ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ ഇത് LCD ആണെങ്കിലും LED ആണെങ്കിലും അവിടെ അതൊക്കെ അത്രയും വലിയ ഡിസ്പ്ലേ വെച്ചേക്കണം. എന്ത് സാധനം നമുക്ക് അവിടെ നിന്ന് യൂസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. മറ്റൊരു കടയിൽ പോണതിനെക്കാട്ടിയും കുറച്ചുകൂടി എളുപ്പമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വല്ല ക്യാമറപരമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഗ് വേണമെങ്കിൽ ബാഗുകളൊക്കെ ഇഷ്ടംപോലെ സ്റ്റാളുണ്ട്. അതുപോലെ ഈ പ്രിൻറ്റിങ് മെഷീൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് ഏത് കമ്പനിയുടെയാണ് നല്ലത് എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടണം. മറ്റേത് നമ്മളൊരു 10 കടയിൽ ഓടി നടന്ന് അന്വേഷിക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ക്യാമറപരമായിട്ടോ അല്ലെങ്കിൽ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സൊക്കെ ചെന്ന് നോക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനം അവിടെ ഉണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യണവർക്ക് അറിയായിരിക്കും. യൂട്യൂബേഴ്സിന് എത്രത്തോളം അറിയും അന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അറിയാവുന്നവരോടല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് ഹാൻഡ് ക്യാമറാസ് നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ അതൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കർട്ടനുകൾ അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയത് ഇവിടെ ആൻസർ ചേട്ടൻ ഒരു പുതിയ ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഫോട്ടോസ്, അതായത് മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസ് അടിച്ചവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഞങ്ങൾ ഓടിച്ചിട്ടാണ് കണ്ടത്. പിന്നെ ഈ ജൂൺ 19, 20, 21 ഈ എക്സിബിഷൻ നടക്കണം. മിസ് ചെയ്യരുത്. പിന്നെ അത് ഇവിടെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ നോക്കി ഇവിടെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോട്ടോഗ്രാഫിക്കോ വീഡിയോഗ്രാഫിക്കൊക്കെ ആയിട്ട് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഡ്രസ്സുകൾ, അങ്ങനെ കുറേ ഐറ്റംസ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനൊന്ന് ഓടിച്ചിട്ട് കുറച്ച് എടുത്തിട്ടാണ് നിങ്ങളീ കാണിക്കുന്നത് കേട്ടോ. എല്ലാ സ്റ്റാളൊന്നും ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ആവശ്യമുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യം വരുമോന്നും സംസാരം കണ്ട കോമഡിയാണ്. പക്ഷേ മിഠായി നീ മിഠായി എടുത്താ രാജു? എടുത്തിട്ടുണ്ട് കേട്ടാ. അതുപോലെ ഇതുവരെയും അഡ്ലക്സ് എന്ന ഫോട്ടോ ഫെസ്റ്റ് ഒന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകട്ടെ. അത് വല്ലാത്തൊരു അല്ലെങ്കിൽ ഒരു വലിയൊരു നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും. പുതിയ ക്യാമറാസൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അവിടെ തന്നെ മോഡൽസിനെയൊക്കെ ഇരുത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല സുന്ദരിമാരായ മോഡൽസ് ഉണ്ട് കണ്ട. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ആ ക്യാമറയിൽ തന്നെ ലെൻസൊക്കെ ഏതൊക്കെ ലെൻസിലിട്ട് എടുക്കണം അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റിങ് ചെക്ക് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ എല്ലാവരും ആ ക്യാമറാസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ് കാണുന്നത്. അതുപോലെ ഇപ്പുറത്തും വലിയ വലിയ മറ്റുള്ള എല്ലാ കമ്പനികളുടെയും സ്റ്റാളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെന്നാൽ അല്ലെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഒരു നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനും പറ്റും. എന്താ ഷെലിച്ചേട്ടനൊരു മോഡലിനെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പുള്ളിക്കാരൻ്റെ പെണ്ണുമ്പിളേനെ കാണിക്കുന്നടുത്തൊരു വിഷയമാണ്. ഇത് യഥാർത്ഥ സിംഗം. വേറൊരു സിംഗം കൂടി ഉണ്ട് ഇവിടെ അല്ലേ പ്രജേഷ്? നമ്മുടെ സുഹൃത്താണ്ടാ പണിക്ക അല്ലേ മാനേജർ. വീഡിയോ പോകാനുള്ളല്ലേ? ഇത് കണ്ടല്ലോ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നോക്കിയാൽ പുതിയ ക്യാമറാസൊക്കെ എടുത്ത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ എല്ലാം ഡിസ്പ്ലേ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് ചെക്ക് ചെയ്ത് എല്ലാം കൂടി ഒരു കുടക്കീഴിൽ കിട്ടണം. അതാണ് ഏറ്റവും വലിയൊരു ഇവിടുത്തെ ഒരു ഏതാണ് നിങ്ങൾക്കുള്ളൊരു ഗുണമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇത് ഉണ്ട് ലേസർ പ്രിൻറ്റിംഗ് ആണ്, അത് വുഡിലാണ്. നോക്കി എന്ത് മനോഹരമാണെന്ന് നോക്കി. അങ്ങനെ മെനി ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അത് പോയി നേരിട്ട് നോക്കിയെടുക്കാം. ഇതേ അടുത്ത മിഠായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവൻ സ്റ്റാളുകളിൽ കയറണ ഈ മിഠായി കണ്ടിട്ടാണ്, അല്ലാണ്ട് വിസിറ്റിംഗ് കാർഡ് എടുക്കാനോ അവർക്ക് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. എന്തിന് അവൻ ആ മിഠായിയും തിന്നണ സാധനങ്ങൾ കണ്ടിട്ട് ഓടിക്കയറണാണ്. അവൻ ആരാ മോനെന്നറിയാമോ? അതുപോലെ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ് ചക്ക മുളയരി അവലോസ് പൊടി, അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചായിരുന്നു. ഇത്തിരി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ അലുവയും പിന്നെ വേറെയും കുറേ ചോക്ലേറ്റ് മിഠായി എന്തൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അജുവും എല്ലാവരും കൂടി അവിടെ വാശിക്ക് അടിക്കണുണ്ടായിരുന്നു. കാരണം ടെസ്റ്റിന് കൊടുക്കണ്ടായിരുന്നു. ഒരെണ്ണം ഞാനും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറയല്ല.
പക്ഷെ അവിടെ മാറി മാറി നിൽക്കണേ ഇവനെ അവലോസൂടി കഴിച്ചിട്ട് ആ അവലോസൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത് കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് മേടിച്ചുകൊണ്ട് പോകണിരുന്നു. ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം ഉണ്ടാ. അത് നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഒന്ന് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മേടിച്ചോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എന്തായാലും മേടിക്കും എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഇവിടെ മസാജിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ അങ്ങനെ കുറേ നിരവധി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് നോക്കി നമ്മുടെ താടിക്കാരും മസാജ് ചെയ്ത് ബുദ്ധി വളർച്ചയ്ക്ക് നല്ല ആളെന്നാട്ടെ പറഞ്ഞിട്ടുണ്ട് ആശാനോട്. നിങ്ങൾ നിൽക്കരുത് കേട്ടാ, കളിയാക്കാളെ കളിയാക്കിയിട്ട് ഇതിങ്ങനെ പറയുന്നത്. ഞങ്ങളൊരു രസത്തിന് ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യട്ടെ, കാരണം നിങ്ങൾ കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടത്. ഇപ്പുറത്തും കുറേ മസാജിങ്ങിൻ്റെ റെഡിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു മാഡം ഇവിടെ ഇരുന്ന് ഒരു പയ്യൻ്റെ പടം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മാഡത്തിൻ്റെ ഡീറ്റെയിൽസ്. എന്തായാലും അത് ഞാനൊന്ന് എടുത്താണ്. അങ്ങനെ നിരവധി ഐറ്റംസ് അവിടെ ഉണ്ട്. അതുപോലെ ടൂൾസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള കത്തികൾ, അങ്ങനെയുള്ള വീട്ടുപകരണങ്ങൾക്ക്. കത്തിന്നല്ല, എനിക്ക് തോന്നുന്നൊരു വടിവാളിൻ്റെ നീളത്തിലുള്ള കത്തികൾ വരും. വടിവാളല്ല, വടിവാളിൻ്റെ നീളത്തിലുള്ള കത്തികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. വടിവാൾ അന്വേഷിച്ച് അവിടെ ചെല്ലരുതാരും. അപ്പോൾ അതുവരെ അവിടെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ചെന്ന് കഴിഞ്ഞാൽ വേറെയും കുറേ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാം എനിക്ക് ഓടിച്ച് ചെയ്യാൻ എടുത്തില്ല. എന്തായാലും നിങ്ങൾ ഈ ജൂൺ 19, 20, 21 ഡേറ്റുകളിലാണ് ഈ അഡ്ലക്സിൽ ഫോട്ടോ ഫെസ്റ്റ് നടക്കണം. മിസ് ചെയ്യരുത്. എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ക്യാമറയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യൂട്യൂബറൊക്കെ ആണെങ്കിൽ അവിടെ പോയാൽ കുറേ ഐറ്റംസ് ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി മേടിക്കാൻ പറ്റും, നേരിട്ട് കണ്ട് വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു അവസരം 3 ദിവസത്തെ ഈ ഫോട്ടോ ഫെസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മിസ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. ഇനി നിങ്ങളുടെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.